അറബിക്കടലിൽ കേരള തീരത്ത് അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിലെ മുഴുവൻ ജീവനക്കാരും സുരക്ഷിതർ. ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡും ചേർന്നുള്ള സംയുക്ത സംഘമാണ് 24 കപ്പൽ ജീവനക്കാരെ രക്ഷപ്പെടുത്തിയത്. കപ്പലിൽ നിന്ന് 9 കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചിട്ടുണ്ട്. കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ടെന്നും കേരളത്തിന്റെ തീരദേശ മേഖലകളിൽ ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇന്ന് 2:30 കൊച്ചി തീരത്ത് നിന്ന് ഏകദേശം 38 നോട്ടിക്കൽ മൈൽ അകലെ ഒരു കപ്പൽ മറിഞ്ഞത്. ലൈബീരിയൻ കപ്പലാണ് മറിഞ്ഞത്. ആ കപ്പലിനകത്തുള്ള കണ്ടെയ്നറുകൾ പുറത്തേക്ക് പോവുകയും പിന്നീട് അതിൽ നിന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ കപ്പൽ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡും ഏകദേശം ഒരു മണിക്കൂർ എടുത്ത് കപ്പലിന് പരിസരത്തേക്ക് എത്തുകയും കപ്പലിൽ ഉണ്ടായിരുന്ന ആളുകളെ ഏകദേശം 24ഓളം ആളുകൾ ആ കപ്പലിലുണ്ടായിരുന്നു. വിദേശികളായിരുന്നു. ആ 24 പേരെയും രക്ഷിക്കാനായിട്ടുണ്ട്. കപ്പൽ ഇപ്പോഴും നിലവിൽ കടലിൽ തുടരുകയാണ്. ചരിഞ്ഞ നിലയിൽ തന്നെയാണുള്ളത്. കപ്പൽ കൺട്രോളിലാക്കുന്നതിന് വേണ്ടിയിട്ട് 3 ആളുകൾ, അതായത് ക്യാപ്റ്റൻ അടക്കമുള്ള 3 പേർ, ക്യാപ്റ്റനും 2 എഞ്ചിനീയർമാരടക്കമുള്ള 3 പേർ ഇപ്പോഴും കപ്പലിൽ തുടരുകയാണ്. ഈ കപ്പലിന് ചുറ്റും ഇന്ത്യൻ നേവിയുടെ ഒരു ഷിപ്പും അതോടൊപ്പം കോസ്റ്റ് ഗാർഡിന്റെ 2 ഷിപ്പും ഒരു എയർക്രാഫ്റ്റും നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ നാളെ രാവിലെയോടുകൂടിയായിരിക്കും ഈ കപ്പലിൽ ലിഫ്റ്റ് ചെയ്യുന്ന കാര്യത്തിലും അതോടൊപ്പം തന്നെ ഈ കണ്ടെയ്നറുകൾ മറ്റു ഷിപ്പിലേക്ക് മാറ്റുന്ന കാര്യത്തിലും ഒരു തീരുമാനമുണ്ടാകുക. ഇപ്പോൾ തന്നെ കടൽ പ്രക്ഷുബ്ധമാണ്. അതുകൊണ്ട് അത്തരം നടപടിയിലേക്ക് കടക്കാനാവില്ല. ആ കപ്പൽ ഇപ്പോൾ പൂർണ്ണമായും ആളുകളെ അവിടെ നിന്ന് കപ്പലിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഷിപ്പിന്റെ കൺട്രോൾ നഷ്ടമാകും. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ 3 നാവികർ അവിടെ ഇപ്പോഴും ഷിപ്പിനകത്ത് ഇപ്പോഴും തുടരുന്നത്. അവർക്ക് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ല എന്ന ഉറപ്പ് ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡും നൽകിയിട്ടുണ്ട്. ഈ കപ്പലിൽ നിന്ന് പുറത്തു വന്ന ഈ കണ്ടെയ്നറുകൾ, ഈ കടലിലേക്ക് എത്തിയ കണ്ടെയ്നറുകളുടെ അതിനകത്ത് എന്താണെന്ന് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ സൾഫർ അടങ്ങിയ ഒരു കണ്ടന്റ് ആണോ എന്നൊരു ആശങ്ക നേരത്തെ മുതലുണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് ദുരന്ത നിവാരണ അതോറിറ്റി കൊച്ചി മുതൽ തിരുവനന്തപുരം വരെയുള്ള തീരപ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. ആളുകൾ ഈ കടൽ മേഖലയുമായി ബന്ധപ്പെട്ട്, തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട് അടുത്ത് ഇടപഴകുന്നത് ഒഴിവാക്കണം. സൾഫർ കലർന്ന വസ്തു ആണെങ്കിൽ ഒരുപക്ഷെ അത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് അത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ ജാഗ്രതാ നിർദ്ദേശം കൃത്യമായി പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. ഇപ്പോഴും ആ ആശങ്ക വിട്ടൊഴിഞ്ഞിട്ടില്ല. എന്നാൽ പോലും അങ്ങനെ നമ്മൾ വലിയ ബുദ്ധിമുട്ടിലേക്കൊന്നും പോകേണ്ട സാഹചര്യമില്ല എന്നാണ് ലഭിക്കുന്നത്. ഇന്ത്യൻ നേവിയുടെയും അതോടൊപ്പം ഈ കോസ്റ്റ് ഗാർഡിൻ്റെയും വളരെ ക്വിക്കായിട്ടുള്ള ഒരു ഇടപെടലാണ് ഈ നാവികരെ എല്ലാവരെയും രക്ഷിക്കാനായതെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഓപ്പറേഷൻ നാളെയും തുടരും.